ശ്രീനാദേവിക്കെതിരെ പോലീസിൽ പരാതി. അതിജീവിതൻ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്തതിനാണ് ആ പരാതി. അവർക്കെതിരെ വലിയ അടിസ്ഥാനമൊന്നുമില്ലാത്ത പരാതി കൊടുത്ത് അവരെ കുടുക്കാനും അവരെ വേട്ടയാടാനും നോക്കുകയാണ്. അതിശക്തമായി തിരിച്ചടിച്ച് ശ്രീനാദേവി പരാതിക്കാരിക്കെതിരെ വ്യാജ പരാതിയാണ് കൊടുത്തതെന്ന് പറഞ്ഞ് IPC 211 BNS 248 വെച്ച് ശ്രീനാദേവി ശക്തമായി തിരിച്ചും മുഖ്യമന്ത്രിക്കും പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ശ്രീനാദേവി സല്യൂട്ട്. വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ കേരളത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ വളരെ കൃത്യമായിട്ടുണ്ട്. മാധ്യമങ്ങളെ പേടിക്കുകയും ഫെമിനിസ്റ്റ് ലോബിയെ പേടിക്കുകയും ചെയ്യുന്ന പല ആൾക്കാരും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവ് കോടതിയിൽ തെളിയിച്ചിട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ തെളിവ് കോടതി ശരിയാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും, ആദ്യത്തെ രണ്ട് പരാതികളിൽ കോടതി രണ്ടാമത്തെ പരാതിയിൽ കോടതി സംശയം രേഖപ്പെടുത്തി. ആദ്യ പരാതിയിൽ ലഭ്യമായ വിവരങ്ങൾ വെച്ച് ഈ അവസരത്തിൽ പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് പറഞ്ഞു. ഓർക്കുക, ഇതൊക്കെ കോടതി ഉത്തരവുകളാണ്. ആദ്യത്തെ പരാതിയെക്കുറിച്ച് പറഞ്ഞത് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഈ അവസരത്തിൽ പീഡനാരോപണം നിലനിൽക്കില്ല എന്നാണ്. പ്രഥമ ദൃഷ്ട്യാ പോലും പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് കോടതി ആ അവസരത്തിൽ പറയുകയുണ്ടായി. രണ്ടാമത്തെ പരാതിയിൽ പ്രഥമ ദൃഷ്ട്യാ പരാതി നിലനിൽക്കുമോ എന്ന് സംശയം പ്രകടിപ്പിച്ചു. ആ അവസരത്തിലാണ് മൂന്നാമത്തെ പരാതി വന്നത്. മൂന്നാമത്തെ പരാതി എന്താ? രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ എതിരെ വന്ന പരാതിയിൽ ഫ്ലാറ്റ് മേടിക്കാൻ പരസ്പരം തീരുമാനിച്ചു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കുക, ആരെങ്കിലും അടിക്കുകയും തുപ്പുകയും റേപ്പ് ചെയ്യുകയും പീഡനാരോപണം നിലനിൽക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഫ്ലാറ്റ് മേടിക്കുകയോ ബാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമോ? അപ്പോൾ കൺസെന്റോടുകൂടി ബന്ധങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബഹുമാനിക്കണ്ടേ? പ്രൈവറ്റ് മൊമെന്റ്സിനെ വെപ്പണൈസ് ചെയ്യുന്ന ശരിയാണ്? തുടങ്ങിയ ധാരാളം ചോദ്യങ്ങളുണ്ട്. ഈ അവസരത്തിൽ പലരും പറയാൻ മടിക്കുമ്പോൾ, പേടിക്കുമ്പോൾ ഞാൻ ശക്തമായി പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ രാഹുൽ ഈശ്വർ പറയുന്നതിന്റെ 5 ഇരട്ടി പഞ്ചാണ് ഒരു സ്ത്രീ അത് പറയുമ്പോൾ. കാര്യം, ആ സ്ത്രീയുടെ വാക്കുകൾക്ക് അത്രമാത്രം വിലയുണ്ടാകും. അവിടെയാണ് ഇന്നലെ കോൺഗ്രസിലേക്ക് വന്ന ഐഷ പോറ്റി മാഡം അടക്കമുള്ള ആൾക്കാർ മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിൽ ഇത് ശരിയാണോ തുടങ്ങിയ കാര്യങ്ങൾ. ഇവരെല്ലാം ഇത് പറയുന്നത് ധാർമ്മികതയുള്ളതുകൊണ്ടാണ്, സത്യസന്ധത ഉള്ളതുകൊണ്ടാണ്. ആ സത്യസന്ധതയോടെ ധൈര്യത്തോടെ പറയാൻ കുറച്ചു പേർക്കേ കഴിയൂ. അങ്ങനെ ശക്തമായി ഇന്നലെ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന വ്യക്തി പറയുകയുണ്ടായി. ശ്രീനയ്ക്കെതിരെ ഈ തീവ്ര ഫെമിനിസ്റ്റ് ലോബിയുടെ ഭാഗത്തു നിന്ന് ശക്തമായ ആക്രമണമാണ് ഉണ്ടായത്, അധിക്ഷേപമാണ് ഉണ്ടായത്. ആരുടെ കുഞ്ഞമ്മയാണെങ്കിലും പിടിച്ചു കെട്ടുമെന്നൊക്കെ ഒരു വനിതാ മാധ്യമ പ്രവർത്തക, അതും അത്യാവശ്യം മുതിർന്നൊരു വനിതാ മാധ്യമ പ്രവർത്തക എഴുതി. ഇതൊരു ഫെമിനിസ്റ്റ്, നല്ല ഫെമിനിസ്റ്റും അല്ല, തീവ്ര ഫെമിനിസ്റ്റ് സ്പേസ് ആണ് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ നിലപാടിനോട് ചേർന്ന് നിൽക്കാത്ത എല്ലാവരെയും അവർ സ്ത്രീ വിരോധികളായി ചിത്രീകരിച്ച് ആക്രമിക്കുകയാണ്. നമ്മൾ തിരിച്ചങ്ങനെ ചെയ്യരുത്. പകരം നമുക്ക് അവരിൽ നല്ലവരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ മിതമായ ഫെമിനിസ്റ്റ് വാദമാണ് മുമ്പോട്ട് വെക്കുന്നതെങ്കിൽ തിരിച്ച് മിതമായ പുരുഷവാദം നമുക്ക് മുമ്പോട്ട് വെക്കാൻ കഴിയണം. ഒരു സന്തുലനവും ബാലൻസും സമത്വവും കണ്ടെത്താൻ കഴിയണം. അപ്പോൾ ശ്രീനാദേവിക്കെതിരെ വ്യാപകമായ ആക്രമണം നടക്കുകയും അതിനുശേഷം പോലീസിൽ ശ്രീനാദേവിക്കെതിരെ പരാതി നൽകുകയും ചെയ്തു. ആ പരാതിയുടെ ഡീറ്റെയിൽസ് ഞാൻ വായിക്കുന്നില്ല. കാര്യം എന്താ പറയുക, എനിക്കെതിരെയും കൂടെ ഒരു പരാതി നൽകി, അവർക്കെതിരെ വ്യാജ പരാതി എന്ന് പറഞ്ഞ് ഞാൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കേസുകളും മറ്റും സാഹചര്യം നിൽക്കുന്നത് കൊണ്ടും അടുത്ത തിങ്കളാഴ്ച ആ കേസ് ബഹുമാനപ്പെട്ട കോടതിയിൽ വീണ്ടും വരുന്നതും കൊണ്ട് നിയമത്തിന്റെ പ്രോസസ്സിനെ ബഹുമാനിച്ചുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. അപ്പോൾ വ്യാപകമായി ഇത്തരത്തിൽ പുരുഷന്റെ വേദന മനസ്സിലാക്കുന്നവർക്കെതിരെ പോലും കേസുകൾ വരികയാണ്. ഇങ്ങനെയാണ് ശ്രീ ദിലീപിന് നീതി ജഡ്ജിയാണ് കൊടുത്തത്, ജഡ്ജി ഹണി വർഗീസ്. സല്യൂട്ട് മാഡം. ആ ജഡ്ജിയെ പോലുള്ള സത്യസന്ധമായ നന്മയും നീതിയും കൊടുക്കുന്നവർക്കെതിരെ പോലും വ്യാപകമായ ആക്രമണമാണ്. എന്തുകൊണ്ടാണ്? കാര്യം, പുരുഷ വിരോധമാണ് ഈ തീവ്ര ഫെമിനിസ്റ്റ് ലോബിയെ നയിക്കുന്നത്. പുരുഷ വിരോധം, കുടുംബ വിരോധം, ഇതൊക്കെയാണ് അവർ പലപ്പോഴും നയിക്കുന്നത്. ഇന്നലെ ശ്രീന വളരെ പ്രസക്തമായിട്ടാണ് പറഞ്ഞത്, നമ്മൾ വിവാഹമാകുമ്പോൾ അതിന് ചില മാന്യതയും മര്യാദയും ഒക്കെ വെക്കണം, കുടുംബ സംവിധാനത്തിന്റെ പ്രാധാന്യം തുടങ്ങിയ കാര്യങ്ങൾ. അതിജീവിതൻ എന്ന വാക്ക് ശ്രീന ട്രെൻഡിങ് ആക്കുകയും ചെയ്തു. അപ്പൊ ശ്രീനയോട് ദേഷ്യം വരുന്നത് യഥാർത്ഥത്തിൽ വ്യക്തിവിരോധം മാത്രമല്ല, ഈ തീവ്ര ഫെമിനിസ്റ്റ് ലോബി, ഫെമിനാസി എന്നൊക്കെ അമേരിക്കൻ ടെർമിനോളജിയിലും തമാശയ്ക്ക് നമ്മുടെ മലയാളത്തിൽ ഫെമിനിച്ചി എന്നൊക്കെ വിളിക്കുന്ന അൾട്രാ ഫെമിനിസ്റ്റ് സ്പേസാണ്. പക്ഷെ നമ്മൾ അതിനെ എതിർക്കേണ്ടത് അൾട്രാ മെയിൽ സ്പേസിൽ നിന്നുകൊണ്ടല്ല, മെയിൽ ഷോവനിസം കൊണ്ടല്ല. ഓർക്കുക, മെയിൽ ഷോവനിസത്തിന് മറുപടി ഫീമെയിൽ ഷോവനിസവും, ഫീമെയിൽ ഷോവനിസത്തിന് മറുപടി മെയിൽ ഷോവനിസവും അല്ല. പരസ്പരം ബഹുമാനത്തോടെ വ്യത്യസ്തതകളെ ബഹുമാനിച്ചുകൊണ്ട്, എന്നാൽ നിലപാടുകൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് സമൂഹത്തിൽ ഒരു ഡിസ്കോഴ്സ് ഉണ്ടാക്കാൻ സാധിക്കണം. ശക്തമായി തന്നെ അങ്ങനെ തനിക്കെതിരെ ഒരു അടിസ്ഥാനമില്ലാത്ത പരാതി വന്നപ്പോൾ ശ്രീന അപ്പോൾ തന്നെ തിരിച്ചും പോലീസിനും മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെ പരാതി കൊടുത്തു. അപ്പൊ ശ്രീനയ്ക്ക് ഒരു സല്യൂട്ട്. ശ്രീനയെ പോലുള്ള കൂടുതൽ സ്ത്രീകൾ ഉയർന്നു വരണം. നിങ്ങൾ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും നമ്മുടെ നാടിന്റെ അഭിമാനമാണ്. അതുകൊണ്ട് ശ്രീനയെ നിങ്ങളെല്ലാം പിന്തുണയ്ക്കണം, സെലിബ്രേറ്റ് ചെയ്യണം. ശ്രീന, സല്യൂട്ട്.